ഗസയിൽ ആക്രമണം തുടങ്ങിയത് മുതൽ ഇസ്രായേലിനും യുഎസിനുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോകുന്ന രാജ്യമാണ് തുർക്കി. പ്രസിഡന്റ് എർദോഗൻ യുഎൻ ജനറൽ അസംബ്ലിയിൽ ഇസ്രായേലിനെ പരസ്യമായി വിമർശിച്ചിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ കൊലയാളി എന്ന് പോലും എർദോഗൻ വിളിച്ചു. ഇപ്പോഴിതാ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അതിതീവ്രമാകുന്നു. ഗസയുടെ പേരിലാണ് നേരത്തെയും ഇസ്രായേലും തുർക്കിയും ഇടഞ്ഞതെങ്കിൽ ഇപ്പോൾ സിറിയയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ ഭിന്നതയ്ക്ക് കാരണം. ഭിന്നത രൂക്ഷമായി തുടരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സിറിയയിൽ ആക്രമണം നടത്തിയത്. ഇത് തുർക്കിക്ക് ഇസ്രായേൽ നൽകിയ സന്ദേശമാണെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇതോടെ വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോര് അതിരൂക്ഷമായി. പോര് മുറുകി തുർക്കിയും ഇസ്രായേലും ഏറ്റുമുട്ടുമോ എന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത്. ഒരു നവ ഓട്ടോമാൻ രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. തുർക്കി റെഡ് ലൈൻ ക്രോസ് ചെയ്താൽ ഇസ്രായേൽ നോക്കിയിരിക്കില്ല എന്നാണ് മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. മൗലികവാദ വംശീയ ഇസ്രായേൽ സർക്കാർ ഗസ, ലെബനൻ, സിറിയ എന്നിവിടങ്ങളിൽ തുടർച്ചയായി വ്യോമാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആക്രമണാത്മക വിപുലീകരണ നയങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ പ്രദേശത്തിൻ്റെ സുരക്ഷയ്ക്കും ഇസ്രായേൽ ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നുവെന്നും തുർക്കി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ വീണ്ടും സിറിയയിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. തുടർന്നാണ് തുർക്കി ശക്തമായ പ്രതികരണവുമായി എത്തിയത്. ബഷർ അൽ അസദിൻ്റെ നേതൃത്വത്തിലുള്ള മുൻ സിറിയൻ ഭരണകൂടത്തെ 2024 ഡിസംബറിലാണ് വിമത അട്ടിമറിയിലൂടെ പുറത്താക്കിയത്. പിന്നാലെ ഇസ്രായേൽ സിറിയയിലെ നിരവധി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തി. 14 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം രാജ്യത്തെ ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സിറിയയിലെ പുതിയ സർക്കാർ. അതിനിടയിൽ ഇസ്രായേലുമായി ഒരു സംഘർഷവും ആഗ്രഹിക്കുന്നില്ലെന്നാണ് വിമത സർക്കാർ വ്യക്തമാക്കിയത്. പുതിയ സർക്കാർ പഴയ ഭരണകൂടത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് സിറിയയിൽ ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ വ്യോമാക്രമണങ്ങൾ വ്യത്യസ്തമായിരുന്നു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത്. തുർക്കിക്ക് ഒരു സന്ദേശമായിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ പ്രാദേശിക മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഹമായിലെ ഒരു സൈനിക വിമാനത്താവളത്തിലും ഹോംസിലെ ടിയാസ് അഥവാ T4 വ്യോമത്താവളത്തിലും ഡമാസ്കസിലെ സയൻറ്റിഫിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ ഒരു ശാഖയിലുമാണ് ആക്രമണം നടത്തിയത്. സിറിയയിലെ പുതിയ സർക്കാരുമായി തുർക്കി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു പ്രതിരോധ കരാറിനായി ചർച്ച നടത്തി വരികയാണ്. സിറിയൻ സൈനികരെ പരിശീലിപ്പിക്കുന്നതും സിറിയൻ വ്യോമത്താവളങ്ങൾ ഉപയോഗിക്കുന്നതും ചർച്ചയിൽ ഉൾപ്പെടും. പുറത്താക്കപ്പെട്ട അസദ് ഭരണകൂടത്തിനെ സൈനികമായി പിന്തുണച്ചിരുന്നു ഇറാനും റഷ്യയും. ഈ രാജ്യങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് പകരമായാണ് പുതിയ കരാറിനെക്കുറിച്ച് തുർക്കി സിറിയയുമായി ചർച്ച നടത്തുന്നത്. സിറിയയെ ശക്തമാക്കാനും ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള തീവ്രവാദ ഗ്രൂപ്പിനെതിരായ പ്രവർത്തനങ്ങൾ തുടരാനും കരാർ സഹായിക്കുമെന്നാണ് തുർക്കി വാദിക്കുന്നത്.